Hi learners, welcome to I+ Training Solutions. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു നെറ്റ് കൊമേഴ്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? പിന്നെ നമുക്ക് അതിന്റെ ബാലൻസ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമ്മളുടെ എക്സാം അടുത്തത് കൊണ്ട് ഇനി ഉള്ള പ്രിപ്പറേഷൻസും കുറച്ച് ഫാസ്റ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. വളരെ കുറച്ച് ടൈം മാത്രമേ നമുക്ക് ഇനിയുള്ളൂ. സോ ആ ടൈമിൽ മാക്സിമം നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ഈ കംപ്ലീറ്റ് മൊഡ്യൂളുകളും നമ്മളുടെ 10 മൊഡ്യൂൾ പേപ്പർ 2ന്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. 10 മൊഡ്യൂളുകളും കൃത്യമായിട്ട് സിലബസ് അനുസരിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അത് ഷുവർ ആണ്. നിങ്ങൾ ആ 10 മൊഡ്യൂളുകളും കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. നമ്മളുടെ പേപ്പർ 1ലെയും അതുപോലെ തന്നെയാണ്. പേപ്പർ 2ലെ 10 മൊഡ്യൂളുകൾ കൃത്യമായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ പേപ്പർ 1ഉം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പേപ്പർ 2 ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ടച്ച് ഉള്ള അല്ലെങ്കിൽ ഒരു ഹോൾഡ് ഉള്ള പേപ്പറാണ് അല്ലേ? ഓൾറെഡി നമ്മൾ ഡിഗ്രി PGയിലൊക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതിനെ ഒന്നുകൂടി ഒന്ന് പൊടിതട്ടി എടുത്താൽ മാത്രം മതി. ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുക, അത് കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കുക. നമുക്ക് ഈ ഡിഗ്രി PGയിൽ നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാംസിന് പഠിക്കുന്ന പഠനമല്ല നെറ്റ് എക്സാമിന് വേണ്ടത്. യൂണിവേഴ്സിറ്റി എക്സാംസിന് നമ്മൾ ഒരുപാട് പേപ്പറുകൾ എഴുതി കൂട്ടാൻ അല്ലെങ്കിൽ പേപ്പറുകളുടെ എണ്ണം കൂട്ടാനും ആൻസേഴ്സ് കണ്ടന്റ് കൂട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വാരി വലിച്ച് പഠിച്ചു വെക്കും. പക്ഷെ അങ്ങനെയല്ല. നെറ്റ് എക്സാമിന് നമ്മൾ എന്താ പഠിക്കേണ്ടത്? കോൺസെപ്റ്റ് ആണ്. ഓരോ കോൺസെപ്റ്റും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയണം. എല്ലാം ഫീച്ചേഴ്സ് ആയിട്ട് തോന്നും, കാണുമ്പോൾ ഇതെല്ലാം ആൻസർ ആയിട്ടും തോന്നും. ഓരോ ക്വസ്റ്റ്യനും അങ്ങനെയാണ്. ഫീച്ചേഴ്സ് അല്ലാത്തത് ഏതാണ്, ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കണം. കോൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. JRFിലേക്കൊക്കെ പോകണമെങ്കിൽ കുറച്ചുകൂടി എഫേർട്ട് കൂടുതലായിട്ട് ഇടേണ്ടി വരും. നിങ്ങൾ പേപ്പർ 1ഉം 2ഉം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. JRFിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ ഒരു മാർഗമാണത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ എത്രത്തോളം വർക്കൗട്ട് ചെയ്യുന്നു അത്രയും നിങ്ങൾ ആ JRFിലേക്ക് പോകുന്ന ആ ഒരു ദൂരം അത്രയും കുറയും. എത്രത്തോളം PYQs വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും PYQ വർക്കൗട്ട് ചെയ്യാം. പ്രീവിയസ് ഇയറിലുള്ള എത്ര ഇയറുകളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ഇതുവരെ നോക്കിയിട്ടുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. കഴിഞ്ഞ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? കഴിഞ്ഞ ഒരു വർഷത്തെ കംപ്ലീറ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും 150 ക്വസ്റ്റ്യൻ അടങ്ങുന്ന ആ ഒരു ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ ലെങ്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒന്ന് നോക്കുക. അത് ഓരോ വർഷത്തിലും ഒരു വർഷത്തിൽ 2 പ്രാവശ്യം വെച്ച് എക്സാം ഉണ്ട്. അപ്പൊ ഒരു വർഷത്തിൽ തന്നെ നമുക്ക് 2 ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അപ്പോൾ 150 300 ക്വസ്റ്റ്യൻസ് ഒരു വർഷത്തെ 2 ക്വസ്റ്റ്യൻസിൽ നിന്നും കിട്ടും. അങ്ങനെ പ്രീവിയസ് ഇയറിലുള്ള ഒരു 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ വർക്കൗട്ട് ചെയ്താൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാകും. റെപ്പറ്റീഷൻസ് വരാറുണ്ട്. അതേപോലെ എടുത്തിടത്തില്ല എന്നേ ഉള്ളൂ. ചെറിയ മാറ്റങ്ങൾ വരുത്തി സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഒന്ന് PYQs വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ടും JRF നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. JRFിലേക്ക് എത്താൻ പറ്റും. അത് ഷുവർ ആണ്. സോ നമുക്കിന്ന് നമ്മളുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കാം. സോ ഇവിടെ നമുക്ക് പേഴ്സണാലിറ്റി ടൈപ്പും കോൺഗ്രുവന്റ് ഓക്യുപ്പേഷനും മാച്ച് ദി ഫോളോയിങ് ആണ്. ഇത് ഏതാണ്, എന്തിന്റെ ബേസിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലായോ? ഇത് ഈ പേഴ്സണാലിറ്റി ടൈപ്പുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ മാനേജ്മെന്റ് ആൻഡ് HRM എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? സോഷ്യൽ, കൺവെൻഷണൽ, ഇൻവെസ്റ്റിഗേറ്റീവ്, റിയലിസ്റ്റിക്, ഈ പേഴ്സണാലിറ്റി ടൈപ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. ഇത് എന്താണ്? ദിസ് ഇസ് ഹോളൻസ് ഹെക്സഗൺ ആണ് ഒക്കുപേഷണൽ പേഴ്സണാലിറ്റി ടൈപ്സ്. ഹോളൻസ് ഹെക്സഗണിൽ പറയുന്ന ഒക്കുപേഷണൽ പേഴ്സണാലിറ്റി ടൈപ്പുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ ഓരോ പേഴ്സണാലിറ്റി ടൈപ്പ് അനുസരിച്ചിട്ട് അവർക്ക് ഓരോ ഒക്കുപേഷൻസും കാണും. ഇന്ന പേഴ്സണാലിറ്റി ഉള്ളവർ ഈ ഒരു ഒക്കുപേഷൻ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. ഹോളൻസ് ഹെക്സഗണിനകത്ത് 6 പേഴ്സണാലിറ്റി ടൈപ്പുകൾ പറയുന്നുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജോബുകൾ നമുക്ക് അതുമായിട്ട് മാച്ച് ചെയ്യാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. സോ നോക്കിക്കേ, സോഷ്യൽ, കൺവെൻഷണൽ, ഇൻവെസ്റ്റിഗേറ്റീവ്, റിയലിസ്റ്റിക്. ഇതില് നമുക്ക് ഒരെണ്ണം വേണമെങ്കിൽ ഒന്ന് ലോജിക്കലായിട്ട് പറയാം. സോഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് ടീച്ചർ എന്ന് വേണമെങ്കിൽ മാച്ച് ചെയ്യാം അല്ലേ? നമുക്ക് 4 പറയാം. പക്ഷെ A4 വരുന്ന 2 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. A4 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്.
ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ ചിലപ്പോൾ ഈ ഹോളൻസ് ഹെക്സഗൺ പഠിച്ചു വെച്ചിട്ടുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. ഇനി ഈ കോൺസെപ്റ്റ് നമുക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിലോ, ഇത് നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു കോൺസെപ്റ്റിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലോജിക്കലി ആൻസർ ചെയ്യാൻ ശ്രമിക്കും അല്ലെ. ലോജിക്കലി ആൻസർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സോഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു ജോബുമായിട്ട്, സോഷ്യൽ പേഴ്സണാലിറ്റി ടൈപ്പ് ആണെങ്കിൽ ടീച്ചർ എന്ന് പറയുന്ന ജോബിൽ കണക്ട് ചെയ്തു, A4 ആയിട്ട് കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ 2 ഓപ്ഷൻസ് അവിടെ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ബി കൺവെൻഷണൽ, ഇൻവെസ്റ്റിഗേറ്റീവ്, റിയലിസ്റ്റിക്. ഇവിടെ നമുക്ക് നമ്മുടെ ഹോളൻസ് ഹെക്സഗൺ ഒന്ന് കാണാം അല്ലെ. ഹോളൻസ് ഹെക്സഗൺ ഇവിടെ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. അത് നമുക്ക് ഹോളൻസ് ഹെക്സഗൺ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അത് കിട്ടിയെന്ന് മനസ്സിലാകും. A4, B3, C2 ആൻഡ് D1. സോ സോഷ്യൽ ടീച്ചർ ആണ്, കൺവെൻഷണൽ കോർപ്പറേറ്റ് മാനേജർ, ഇൻവെസ്റ്റിഗേറ്റീവ് മാത്തമാറ്റീഷ്യൻ, റിയലിസ്റ്റിക് മെക്കാനിക്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദിസ് ഇസ് ഹോളൻസ് ഹെക്സഗൺ. ഇതാണ് ഹോളൻസ് ഹെക്സഗൺ. 6 ഒക്കുപേഷണൽ പേഴ്സണാലിറ്റി ടൈപ്പുകളാണ് പറയുന്നത്. ഇതില് സോഷ്യൽ എന്ന് പറഞ്ഞാൽ ഹെൽപ്പേഴ്സ് ആണ് അല്ലെ, ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളവരെയാണ് സോഷ്യൽ പേഴ്സണാലിറ്റിയിൽ പറയുന്നത്. ഹെൽപ്പേഴ്സ് ആണ്, അതിനെ നമ്മൾ ടീച്ചേഴ്സുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. ഇനി ആർട്ടിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റേഴ്സ്, എന്തെങ്കിലും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആർട്ടിസ്റ്റിക്. അത് പക്ഷെ നമ്മുടെ ഓപ്ഷൻസിൽ ഇല്ലായിരുന്നു അല്ലെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇല്ലായിരുന്നു. ഇൻവെസ്റ്റിഗേറ്റീവിലേക്ക് വരുമ്പോൾ തിങ്കേഴ്സ് ആണ് ഇൻവെസ്റ്റിഗേറ്റീവ്. നമ്മൾ ഇൻവെസ്റ്റിഗേറ്റീവ് പേഴ്സണാലിറ്റിയെ നമ്മളുടെ ഈ ഒരു മാത്തമാറ്റീഷ്യൻ ആയിട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. മാത്തമാറ്റീഷ്യൻ ദേ ആർ തിങ്കേഴ്സ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. റിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഡൂവേഴ്സ് ആണ്. റിയലിസ്റ്റിക് അതുകൊണ്ടല്ലേ റിയലിസ്റ്റിക് പേഴ്സണാലിറ്റി ടൈപ്പിനെ നമ്മൾ മെക്കാനിക്കുമായിട്ട് മാച്ച് ചെയ്തത്. ദേ ആർ ഡൂവേഴ്സ് അല്ലെ. അവരൊരു കാര്യം റിയൽ ലൈഫിൽ അല്ലെങ്കിൽ റിയൽ വേൾഡിൽ അവരൊരു കാര്യം ഇൻ ഹാൻഡ് ചെയ്യുകയാണ് അല്ലെ. സോ ദേ ആർ ഡൂവേഴ്സ്. റിയലിസ്റ്റിക് എന്ന് പറയുന്നത് ഡൂവേഴ്സ് ആണ്. കൺവെൻഷണൽ ദേ ആർ ഓർഗനൈസേഴ്സ്. കൺവെൻഷണൽ പേഴ്സണാലിറ്റി ടൈപ്പ് എന്ന് പറയുന്നത് ഓർഗനൈസേഴ്സ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ കോർപ്പറേറ്റ് മാനേജറുമായിട്ട് കൺവെൻഷണൽ പേഴ്സണാലിറ്റി ടൈപ്പിനെ മാച്ച് ചെയ്തത്. Then enterprising personality, they are persuaders. ഇപ്പൊ ഇവിടെ നമുക്ക് 4 ഓപ്ഷനെ നമ്മൾക്ക് ഉള്ളായിരുന്നു. സോഷ്യൽ, ഇൻവെസ്റ്റിഗേറ്റീവ്, റിയലിസ്റ്റിക്, കൺവെൻഷണൽ. അത് നമുക്ക് ഈ ഒരു ഹെക്സഗൺ നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഇനി ഏതൊരു ഒക്കുപേഷൻ തന്നാലും നിങ്ങൾക്ക് അത് സിംപ്ലി മാച്ച് ചെയ്യാനായിട്ട് പറ്റും. സോഷ്യൽ ഹെൽപ്പേഴ്സ്, ആർട്ടിസ്റ്റിക് ദേ ആർ ക്രിയേറ്റേഴ്സ്, ഇൻവെസ്റ്റിഗേറ്റീവ് തിങ്കേഴ്സ്, റിയലിസ്റ്റിക് പേഴ്സണാലിറ്റി ഡൂവേഴ്സ്, കൺവെൻഷണൽ ഓർഗനൈസേഴ്സ്, എന്റർപ്രൈസിംഗ് പെർസ്വേഡേഴ്സ്. ഓക്കെ, സോ ദിസ് ഇസ് ഹോളൻസ് ഹെക്സഗൺ. ഹോളൻസ് ഹെക്സഗൺ എന്ന് പറയുന്നത് ഒക്കുപേഷണൽ പേഴ്സണാലിറ്റി ടൈപ്സ് ആണ്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇതിൽ നിന്നും നേരത്തെയും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഹോളൻസ് ഹെക്സഗണിൽ നിന്ന്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് സെക്ഷൻ ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് 1961 മെൻഷൻസ് യൂണിലാറ്ററൽ റിലീഫ്? യൂണിലാറ്ററൽ റിലീഫിനെ പറ്റി പറയുന്നത് ഏത് സെക്ഷൻ ആണ്? ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻകം ടാക്സിൽ നമുക്ക് ബൈലാറ്ററൽ റിലീഫുകളും യൂണിലാറ്ററൽ റിലീഫുകളും ഒക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ ഈ ഒരു ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിലീഫാണ് ഈ ഒരു യൂണിലാറ്ററൽ റിലീഫും ബൈലാറ്ററൽ റിലീഫും ഒക്കെ. സോ ഈ ഒരു ഏരിയയിൽ നിന്നും നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താ? സെക്ഷൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. യൂണിലാറ്ററൽ റിലീഫിന്റെ സെക്ഷൻ അത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ ബൈലാറ്ററൽ റിലീഫും യൂണിലാറ്ററൽ റിലീഫും ഒക്കെ പഠിക്കുമ്പോൾ തന്നെ ആദ്യം നമ്മൾ സെക്ഷൻ ആണ് പറയുന്നത്. ഈ ഒരു സെക്ഷനിലാണ് പറയുന്നത് എന്നൊരു കാര്യമാണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത്. എന്നിട്ടാണ് അതിന്റെ ഡെഫിനേഷനിലേക്ക് പോവുക. അപ്പൊ പിന്നെ സിമ്പിൾ ആയിട്ട് ഈ ഒരു സെക്ഷൻ ഒക്കെ നമുക്ക് പഠിച്ചു വെക്കാം. സോ ഏത് സെക്ഷൻ ആണ്? സെക്ഷൻ 91 ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് 1961 ഡിഫൈൻസ് യൂണിലാറ്ററൽ റിലീഫ്. യൂണിലാറ്ററൽ റിലീഫിനെ പറ്റി ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ ഇൻകം ടാക്സ് ആക്ടില് സെക്ഷൻ 91 സെക്ഷൻ 91 ആണ് യൂണിലാറ്ററൽ റിലീഫ്. എന്താണ് യൂണിലാറ്ററൽ റിലീഫ് എന്നുള്ള കാര്യം സിംപ്ലി നമുക്കറിയാം. അത് ഡബിൾ ടാക്സേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അല്ലെ. സോ ഇറ്റ് റെഫേഴ്സ് ടു എ ടാക്സ് റിലീഫ് മെക്കാനിസം പ്രൊവൈഡഡ് ബൈ എ കമ്പനി ടു അവോയ്ഡ് ഡബിൾ ടാക്സേഷൻ ഓഫ് ഇൻകം. ഡബിൾ ടാക്സേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടാക്സ് റിലീഫ് ആണ് യൂണിലാറ്ററൽ റിലീഫ്. When there is no agreement between the home and resident countries, the home country is responsible for offering tax relief and preventing double taxation. Okay.
നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് മാച്ച് ദി ഫോളോയിങ് ആണ്. ഇവിടെയും നമുക്കൊരു മാച്ച് ദി ഫോളോയിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. കോൺഫ്ലിക്ട് ഹാൻഡ്ലിംഗ് ഇന്റൻഷൻസ് അതിന്റെ ഡിസ്ക്രിപ്ഷൻസുമാണ്. ഇതും നമ്മളുടെ HRM എന്ന് പറയുന്ന ഒരു ഏരിയയിലുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പറയാം. സോ ഇവിടെ കോൺഫ്ലിക്ട് ഹാൻഡ്ലിംഗ് ഇന്റൻഷൻസും അതിന്റെ ഡിസ്ക്രിപ്ഷൻസുമായിട്ട് മാച്ച് ചെയ്യണം. കോമ്പീറ്റിംഗ്, കൊളാബറേറ്റിംഗ്, അക്കോമഡേറ്റിംഗ്, കോംപ്രമൈസിങ്. ഇത് നാലും ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ലോജിക്കലി തിങ്ക് ചെയ്ത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. കോമ്പീറ്റിംഗ്, കൊളാബറേറ്റിംഗ്, അക്കോമഡേറ്റിംഗ്, കോംപ്രമൈസിങ്. നോക്കിക്കേ, കോമ്പീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോമ്പീറ്റിംഗ്, നമ്മളൊരു കാര്യം കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്നു, അതായത് നമ്മൾ അവരുമായിട്ട് ഒരു എതിർത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കോമ്പീറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലേ? എപ്പോഴും നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള നമ്മളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിനെ നമ്മളുടെ ഒപ്പോണന്റിന്റെ ഇൻട്രസ്റ്റിനെക്കാട്ടിലും മുകളിലായിട്ട് വെക്കാൻ നോക്കും. അതാണ് കോമ്പീറ്റിംഗിൽ വരുമ്പോൾ. അതേതായിരിക്കും അതിന്റെ ഡിസ്ക്രിപ്ഷൻ? നോക്കിക്കേ, സിറ്റുവേഷൻ ഇൻ വിച്ച് ഈച്ച് പാർട്ടി ഇൻ എ കോൺഫ്ലിക്ട് ഡിസൈഡ് ടു സാറ്റിസ്ഫൈ ഫുള്ളി ദ കൺസേൺ ഓഫ് ഓൾ പാർട്ടീസ്. എല്ലാവരുടെയും കൺസേൺ സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കുന്നതല്ലല്ലോ കോമ്പീറ്റിംഗ്. The willingness of one party in a conflict to place the negotiating partner's interest above their own. കോമ്പീറ്റിംഗിൽ നമ്മൾ നമ്മുടെ ഇൻട്രസ്റ്റിനെ കാട്ടി കൂടുതൽ ഒപ്പോണന്റിന്റെ ഇഷ്ടത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ടോ? ഇല്ല. A situation in which each party in a conflict is willing to give up something to resolve the conflict. കോൺഫ്ലിക്ട് റിസോൾവ് ചെയ്യുന്നതാണോ കോമ്പീറ്റിംഗ്? അതുമല്ലല്ലോ. Then a desire to satisfy one's interest regardless of the impact on the other party to the conflict. ഇതല്ലേ കോമ്പീറ്റിംഗ്? അതായത് എപ്പോഴും നമ്മളുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ കോമ്പീറ്റിംഗ് പാർട്ടി അല്ലെങ്കിൽ ഒപ്പോണന്റുമായിട്ട് കോൺഫ്ലിക്റ്റിൽ നിൽക്കുന്ന ഒപ്പോണന്റിന്റെ ഇൻട്രസ്റ്റ് നോക്കുന്നില്ല, എപ്പോഴും നമ്മളുടെ സ്വന്തം ഇൻട്രസ്റ്റ് മാത്രം, നമ്മളുടെ സൈഡ് ജയിക്കുക, അതല്ലേ സിംപ്ലി കോമ്പീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ എന്ന് പറയുന്നത് നമുക്ക് 4 ആയിട്ട് മാച്ച് ചെയ്യാം. ഓപ്ഷൻ എ 4 ആയിട്ട് മാച്ച് ചെയ്യുമ്പോൾ നോക്കിക്കേ, എത്ര എണ്ണമുണ്ട് ഓപ്ഷൻ എ 4 വരുന്നത്? 3 എണ്ണം ഉണ്ട്, അല്ലെ? ഈ 3ലും എ എന്ന് പറയുന്നത് 4 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ നമുക്ക് എളുപ്പമുള്ളത് നമ്മൾ ആദ്യം മാച്ച് ചെയ്ത് നോക്കി. പക്ഷെ ഇങ്ങനെയുള്ള സിമ്പിൾ മാച്ചിങ്സ് വരുമ്പോൾ NTA എപ്പോഴും ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ആയിരിക്കും ഇടുന്നത്. അത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നോക്കിയാൽ മനസ്സിലാകും. ഏതെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണം കാണും, അതിനെ നമുക്ക് സിംപ്ലി മാച്ച് ചെയ്യാൻ പറ്റും. അത് മാച്ച് ചെയ്താൽ നമ്മൾ വിചാരിക്കും നമുക്ക് ആൻസർ കിട്ടിയെന്ന്. പക്ഷെ ഓപ്ഷനിലേക്ക് പോകുമ്പോഴോ സെയിം ആയിരിക്കും. അതായത് ഇപ്പൊ A4 വരുന്ന 3 എണ്ണം ഉണ്ട്. ഇനിയിപ്പോ ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചെടുക്കണം, അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇതിന്റെ ഈ ഒരു കോമ്പീറ്റിംഗ്, കൊളാബറേറ്റിംഗ്, കോംപ്രമൈസിങ്, അവോയ്ഡിങ്, അക്കോമഡേറ്റിംഗ്, ഇത് എന്താണെന്നൊന്ന് നോക്കാം. ഓക്കെ, സോ കോമ്പീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വൺ പാർട്ടി സീക്സ് ടു സാറ്റിസ്ഫൈ ഇൻട്രസ്റ്റ് റിഗാർഡ്ലെസ് ഓഫ് ഇമ്പാക്ട് ടു അതർ പാർട്ടി. എപ്പോഴും അതർ പാർട്ടിയിലുള്ള നമ്മുടെ അപ്പോണന്റിന് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്നൊരു കാര്യം നമ്മൾ നോക്കുന്നില്ല. എപ്പോഴും നമ്മളുടെ സ്വന്തം ഇൻട്രസ്റ്റ് മാത്രം, അതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അത് മാത്രം സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നോക്കുന്നതാണ് കോമ്പീറ്റിംഗ്. അത് നമുക്ക് സിംപ്ലി മാച്ച് ചെയ്യാനായിട്ട് പറ്റി, അല്ലേ? കൊളാബറേറ്റിംഗിലേക്ക് വരുമ്പോൾ കൊളാബറേറ്റ് ചെയ്ത് പോകണം, അല്ലെ? അതായത് 2 പാർട്ടീസിനും ഒരു വിൻ വിൻ അപ്രോച്ച് ആണ് കൊളാബറേറ്റിംഗിൽ പറയുന്നത്. കോംപ്രമൈസിംഗിലേക്ക് വരുമ്പോൾ ബോത്ത് പാർട്ടി വിൻ ആൻഡ് ഗിവ് അപ്പ് സംതിങ്. കോംപ്രമൈസ്, നമ്മളൊരു കോംപ്രമൈസിൽ എത്തിച്ചേരുക എന്ന് പറയത്തില്ലേ, അവിടെ എന്താ പ്രത്യേകത? 2 പേരുടെയും ഇൻട്രസ്റ്റ് നോക്കും, പക്ഷെ 2 പേരും കുറച്ചൊക്കെ ഗിവ് അപ്പ് ചെയ്യേണ്ടതായിട്ടും വരത്തില്ലേ? 2 പാർട്ടീസും എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊന്ന് ഗിവ് അപ്പ് ചെയ്യണം, എന്നാലേ അവർക്ക് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഒരു കോംപ്രമൈസിങ് സെറ്റിൽമെന്റിലേക്ക് വരണമെങ്കിൽ 2 പാർട്ടിയും എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്യണം, അതല്ലേ കോംപ്രമൈസിങ്. അപ്പൊ 2 പാർട്ടിയും they must give up something. Both parties must give up something. Then അവോയ്ഡിംഗിലേക്ക് വരുമ്പോൾ വൺ ഓർ ബോത്ത് പാർട്ടീസ് സീക്ക് ടു സപ്രസ് ദി കോൺഫ്ലിക്ട്. അതായത് അവോയ്ഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺഫ്ലിക്റ്റിനെ എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കും. കോൺഫ്ലിക്റ്റിനെ അതിൽ നിന്നും പിന്മാറി നിൽക്കുന്നതാണ് അവോയ്ഡിങ്. കോൺഫ്ലിക്റ്റിലേക്ക് പോകാതെ പിന്നോട്ട് മാറുന്നതാണ് അവോയ്ഡിങ്. അക്കോമഡേറ്റിംഗിലേക്ക് വരുമ്പോൾ വൺ പാർട്ടി ഈൽഡ് ദ വിൻ ടു അതർ പാർട്ടി. അതായത് അക്കോമഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻട്രസ്റ്റിനെക്കാട്ടി കൂടുതൽ ഒപ്പോണന്റിന്റെ ഇൻട്രസ്റ്റിനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അവരെ നമ്മളുടെ ഇൻട്രസ്റ്റിനെക്കാട്ടിൽ മുകളിൽ നിർത്തുന്നതാണ് അക്കോമഡേറ്റിംഗ്. പിന്നെ നമുക്കൊന്ന് മാച്ച് ചെയ്യാം. A4 ആണെന്ന് അക്കോമഡേറ്റിംഗ് കോമ്പീറ്റിംഗ് 4 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി കൊളാബറേറ്റിംഗിലേക്ക് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? 2 പാർട്ടിയും വിൻ ചെയ്യുന്നുണ്ട്, അല്ലെ? 2 പാർട്ടിയും വിൻ ചെയ്യുന്നുണ്ട്, അതാണ് കൊളാബറേറ്റിംഗ്. സോ കൊളാബറേറ്റിംഗിലേക്ക് വരുമ്പോൾ എ സിറ്റുവേഷൻ ഇൻ വിച്ച് ഈച്ച് പാർട്ടി ഇൻ എ കോൺഫ്ലിക്ട്
ഡിസൈർ ടു സാറ്റിസ്ഫൈ ഫുള്ളി ദ കൺസേൺസ് ഓഫ് ഓൾ പാർട്ടീസ്. എല്ലാവരുടെയും കൺസേൺസ് ഫുൾഫില്ല് ചെയ്ത് ഒരു വിൻ വിൻ അപ്രോച്ചിൽ കൂടെ പോകാൻ നോക്കുന്നതാണ് കൊളാബറേറ്റിംഗ്. സോ ബി നമുക്ക് 1 പറയാം. A4ഉം B1ഉം A4ഉം B1ഉം പറയുന്ന 2 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. ഈ 2 ഓപ്ഷൻസ് ഉള്ളപ്പോ ഇനിയും നമുക്ക് ബാക്കിയുള്ളത് കൂടെ നോക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. സിയും ഡിയും നോക്കാം. അക്കോമഡേറ്റിംഗിനെ പറ്റി നമ്മൾ എന്താ പറഞ്ഞത്? ഒരു പാർട്ടി സ്വന്തം ഇൻട്രസ്റ്റിനെ കാട്ടി കൂടുതൽ മറ്റൊരു പാർട്ടിയുടെ ഇൻട്രസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതല്ലേ അക്കോമഡേറ്റിംഗ്. അത് ഏതാണ് വരുന്നത്? വില്ലിംഗ്നെസ് ഓഫ് വൺ പാർട്ടി ഇൻ എ കോൺഫ്ലിക്ട് ടു പ്ലേസ് ദി നെഗോഷിയേറ്റിംഗ് പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റ് എബവ് ദെയർ ഓൺ. അപ്പോ നമുക്കിവിടെ C2 എന്ന് പറയാം. C2. ദെൻ ഡി എന്ന് പറഞ്ഞാൽ കോംപ്രമൈസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു വിട്ടുവീഴ്ചയാണ്. രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്യണം. സോ എ സിറ്റുവേഷൻ ഇൻ വിച്ച് ഈച്ച് പാർട്ടി ടു എ കോൺഫ്ലിക്ട് ഈസ് വില്ലിംഗ് ടു ഗിവ് അപ്പ് സംതിങ് ടു റിസോൾവ് ദി കോൺഫ്ലിക്ട്. അതാണ് കോംപ്രമൈസിങ്. D3. സോ ഇവിടെ A4 B1 C2 D3 ആയിരുന്നു വരേണ്ടത്. പക്ഷെ നമ്മളുടെ ഈ ഒരു NTA ആൻസർ കീയിൽ കിടക്കുന്നത് ഓപ്ഷൻ 3 ആണ്. നമ്മുടെ ആൻസർ കീയിലെ ഫൈനൽ ആൻസർ കീയിൽ 3 കിടക്കുന്നുണ്ട്. പക്ഷെ ആക്ച്വലി നമ്മളുടെ യഥാർത്ഥത്തിൽ വരേണ്ടിയിരുന്നത് C2 ആൻഡ് D3 എന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഇവിടെ നേരെ തിരിച്ചു വന്നിട്ടുണ്ട്. അതായത് C2 ആൻഡ് D3 ആയിരുന്നു വരേണ്ടത്. പക്ഷെ ആൻസർ കീയിൽ C3 ആൻഡ് D2 ആണ് വന്നിട്ടുള്ളത്. C3യും D2വുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ C എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. സിയും ഡിയും ഏതൊക്കെയാണ്? അക്കോമഡേറ്റിംഗും കോംപ്രമൈസിംഗുമാണ്. സോ ഇവിടെ കോംപ്രമൈസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കോംപ്രമൈസിംഗ് എന്താ? ബോത്ത് പാർട്ടി വിൻ ആൻഡ് ഗിവ് അപ്പ് സംതിങ്. 2 പാർട്ടിയും വിൻ ചെയ്യുന്നുണ്ട്, പക്ഷെ 2 പാർട്ടിയും എന്തെങ്കിലുമൊക്കെ ഗിവ് അപ്പും ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് കോംപ്രമൈസിംഗ്. ഒരു വിട്ടുവീഴ്ചയാണ് അല്ലെ. സോ അത് നമുക്ക് വരേണ്ടത്, അതായത് കോംപ്രമൈസിംഗിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നത് ഈച്ച് പാർട്ടി ഈസ് വില്ലിംഗ് ടു ഗിവ് അപ്പ് സംതിങ് ടു റിസോൾവ് ദി കോൺഫ്ലിക്ട്. D3 ആയിരുന്നു. പക്ഷെ ഇവിടെ ആൻസർ കീയിൽ D2 ആയിട്ടാണ് ആൻസർ വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അറേഞ്ച് ദി ഫോളോയിങ് ആക്ഷൻസ് ഓഫ് എ മാനേജർ ഇൻ ദ ഇൻക്രീസിംഗ് ഡിഗ്രി ഓഫ് കൺട്രോൾ. ഡിഗ്രി ഓഫ് കൺട്രോളില്, അതായത് ഏറ്റവും കൺട്രോൾ കുറഞ്ഞതിൽ നിന്നും ഇൻക്രീസിംഗ് ഡിഗ്രി ഓഫ് കൺട്രോളിലേക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റുകളെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യണം, അറേഞ്ച് ചെയ്യണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇൻക്രീസിംഗ് ഡിഗ്രി ഓഫ് കൺട്രോൾ പ്രകാരം അറേഞ്ച് ചെയ്യണം അല്ലേ. സോ ഇൻക്രീസിംഗ് ഡിഗ്രി ഓഫ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഏറ്റവും കൺട്രോൾ കുറവ് ഏതാണ്, പിന്നെ നമുക്ക് ഇങ്ങനെ ഡിഗ്രി ഓഫ് കൺട്രോൾ കൂടി വരും. അപ്പൊ ആ ഒരു രീതിയിൽ വേണം നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാൻ. Manager define limit and ask for group decisions. Manager offers tentative decisions to change. Manager sells decision. Manager lets subordinates functions within limits defined him. Manager present problems, invites suggestions and makes decisions. So, actions of a manager in the increasing degree of control. Degree of control കുറവുള്ളതിൽ നിന്ന് ഹയസ്റ്റ് ഡിഗ്രി ഓഫ് കൺട്രോളിലേക്ക് നമുക്ക് ഇതിനെ നമുക്ക് അറേഞ്ച് ചെയ്യണം അല്ലെ. അപ്പൊ മാനേജർക്ക് ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രി ഓഫ് കൺട്രോൾ ഉള്ളത്, ലോവസ്റ്റ് ഡിഗ്രി ഓഫ് കൺട്രോൾ തൊട്ട് ഹയസ്റ്റ് ഡിഗ്രി ഓഫ് കൺട്രോൾ വരെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സോ ഇവിടെ നമ്മളുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. DAEBC. ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് പഠിക്കേണ്ടത്. DAEBC എന്നൊരു ഓർഡർ വന്നു. ഇതെങ്ങനെയാ ഈ ഓർഡർ വരുന്നത്? ഡിഗ്രി ഓഫ് കൺട്രോൾ എങ്ങനെയാ കുറഞ്ഞതും കൂടിയതും ഒക്കെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഓപ്ഷൻ D ആണ് അല്ലെ. D. മാനേജർ ലെറ്റ്സ് സബോർഡിനേറ്റ് ഫംഗ്ഷൻ വിത്തിൻ ലിമിറ്റ്സ് ഡിഫൈൻഡ് ഹിം. അപ്പൊ നമുക്ക് ഈ ആൻസറിന്റെ ഓർഡറിൽ തന്നെ ഓരോന്നും പറഞ്ഞു പോകാം. ഫസ്റ്റ് വൺ, മാനേജർ ലെറ്റ് സബോർഡിനേറ്റ് ഫംഗ്ഷൻ വിത്തിൻ ലിമിറ്റ്സ് ഡിഫൈൻഡ് ഹിം. ഇവിടെ മാനേജർക്ക് ഏറ്റവും കൺട്രോൾ കുറഞ്ഞ, അതായത് നമുക്ക് ഏറ്റവും ഹയസ്റ്റ് കൺട്രോളിലേക്ക്, ലീസ്റ്റ് കൺട്രോളിൽ നിന്ന് മോസ്റ്റ് കൺട്രോളിലേക്കാണ് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത്. ഏറ്റവും കൺട്രോൾ കുറഞ്ഞ സിറ്റുവേഷൻ ആണ് ഫസ്റ്റ് പറഞ്ഞത്, അതായത് ഓപ്ഷൻ ഡിയിൽ പറയുന്നത്. മാനേജർ ലെറ്റ്സ് സബോർഡിനേറ്റ് ഫംഗ്ഷൻ വിത്തിൻ ലിമിറ്റ്സ് ഡിഫൈൻഡ് ഹിം. അതായത് മാനേജർ സബോർഡിനേറ്റ്സിന് ഫംഗ്ഷൻ ചെയ്യാനുള്ള കംപ്ലീറ്റ് അതോറിറ്റി കൊടുക്കുകയാണ് അല്ലെ. ദേ ലെറ്റ് സബോർഡിനേറ്റ് ഫംഗ്ഷൻ വിത്തിൻ ലിമിറ്റ്സ്
ഡിഫൈൻഡ് ഹിം. അപ്പോൾ ഇവിടെ സബോർഡിനേറ്റ്സിന് അവരുടെ ആ ഒരു ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ലിമിറ്റ് വരെ അവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും ഉള്ള കംപ്ലീറ്റ് ഓട്ടോണമിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ലീസ്റ്റ് കൺട്രോളാണ്. ഇവിടെ മാനേജർക്ക് വലിയ കൺട്രോൾ കുറവാണ്. മാനേജർക്ക് ഏറ്റവും കൺട്രോൾ കുറഞ്ഞ കൺട്രോളിൽ നിന്ന് കൂടിയ കൺട്രോളിലേക്ക് വേണം നമുക്ക് മാച്ച് ചെയ്യേണ്ടത്. മാനേജർക്ക് ഏറ്റവും കൺട്രോൾ കുറവുള്ള സിറ്റുവേഷൻ ആണ്. അതായത് മാനേജർ വലുതായിട്ട് ആളുകളെ കൺട്രോൾ ചെയ്യുന്നില്ല. സബോർഡിനേറ്റ്സിന് ഫുൾ ഓട്ടോണമി കൊടുത്തേക്കുകയാണല്ലേ ഇവിടെ. സബോർഡിനേറ്റ്സ് ഹാവ് ദി മോസ്റ്റ് ഓട്ടോണമി. മാനേജർ ലെറ്റ് സബോർഡിനേറ്റ് ഫംഗ്ഷൻ വിത്തിൻ ലിമിറ്റ്സ് ഡിഫൈൻഡ് ഹിം. അപ്പോൾ സബോർഡിനേറ്റ്സിന് അവർക്ക് അവര് എത്രയാണോ ലിമിറ്റ് ഡിഫൈൻ ചെയ്യുന്നത് അതിനകത്ത് നിന്നുകൊണ്ട് അവർക്ക് ഫംഗ്ഷൻ ചെയ്യാനുള്ള കംപ്ലീറ്റ് ഓട്ടോണമി കൊടുക്കുന്നു. അപ്പൊ മാനേജർക്ക് അവിടെ വലിയ കൺട്രോൾ ഒന്നും ഇല്ലല്ലോ. അത് നമുക്ക് ആദ്യം പറയാം. ദെൻ മാനേജർ ഡിഫൈൻ ലിമിറ്റ് ആൻഡ് ആസ്ക് ഫോർ ഗ്രൂപ്പ് ഡിസിഷൻ. ഇവിടെ മാനേജറാണ് ലിമിറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. മാനേജർ തന്നെ ലിമിറ്റുകൾ വെക്കുന്നു. അപ്പൊ കുറച്ചുകൂടെ കൺട്രോൾ മാനേജർക്ക് കിട്ടിയില്ലേ? മാനേജർ ലിമിറ്റ് വെച്ചു. ഇനി ഈ ലിമിറ്റിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം, നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിസിഷൻസ് ഒക്കെ എടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടി മാനേജർക്ക് ഒരു കൺട്രോൾ കിട്ടുന്നുണ്ട് അല്ലെ. മാനേജർ ആണ് ബൗണ്ടറീസ് അവിടെ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റിലേക്ക് വരുമ്പോ മാനേജർ പ്രസന്റ് പ്രോബ്ലം, ഇൻവൈറ്റ് സജഷൻ ആൻഡ് മേക്ക് ഡിസിഷൻ. മാനേജർക്ക് കുറച്ചുകൂടെ കൺട്രോൾ കൂടി. മാനേജർ തന്നെ സബോർഡിനേറ്റ്സിനോട് പ്രോബ്ലംസ് കൊടുക്കുന്നു. അതായത് ഇന്ന പ്രോബ്ലം ഉണ്ട്, നിങ്ങളുടെ സജഷൻ എന്താണെന്നാ ചോദിക്കുന്നത്, അല്ലാതെ കംപ്ലീറ്റ് ഓട്ടോണമിയും അവർക്ക് കൊടുക്കുവല്ല. ഇപ്പൊ മാനേജർക്ക് കുറച്ചുകൂടെ കൺട്രോൾ കിട്ടി അല്ലെ. ആദ്യം എന്തായിരുന്നു, കംപ്ലീറ്റ് ഓട്ടോണമിയും സബോർഡിനേറ്റ്സിന് കൊടുക്കുമായിരുന്നു. അവിടെ ഒട്ടും കൺട്രോൾ ഇല്ല. പിന്നെ നമുക്ക് കൺട്രോൾ കൂടി വരികയാണ്. അതിനുശേഷം മാനേജർ ലിമിറ്റുകൾ ഡിഫൈൻ ചെയ്യുന്നു. ആ ലിമിറ്റിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കാനുള്ളൊരു ഓട്ടോണമി കൊടുത്തു, കുറച്ചുകൂടെ കൺട്രോൾ കിട്ടി. ഇനി എന്താ പറയുന്നത്, മാനേജർ പ്രോബ്ലംസ് കൊടുത്തിട്ട് അതിന്റെ സജഷൻസ് അവരോട് ചോദിക്കുന്നു. സബോർഡിനേറ്റ്സിനോട് സജഷൻസ് ഇൻവൈറ്റ് ചെയ്യാണ്. അതിനുശേഷം മാനേജർ തീരുമാനങ്ങൾ എടുക്കും. അവിടെ കുറച്ചുകൂടി ഒരു കൺട്രോൾ മാനേജർക്ക് കിട്ടിയില്ലേ? നെക്സ്റ്റ്, മാനേജർ ഓഫേഴ്സ് ടെന്റേറ്റീവ് ഡിസിഷൻ ടു ചേഞ്ച്. ഇവിടെ കുറച്ചുകൂടി കൺട്രോൾ കിട്ടി. അതായത് മാനേജർ ഡിസിഷൻസ് തന്നെ അവരോട് പറയുന്നു. അതായത് അവരുടെ സജഷൻ പോലും ചോദിക്കുന്നില്ല. മാനേജർ ഒരു തീരുമാനം എടുത്തിട്ട് ആ തീരുമാനമായിരിക്കും സബോർഡിനേറ്റ്സിനോട് പറയുക. എന്നിട്ട് ടെന്റേറ്റീവ് ആണ് ഈ തീരുമാനം, നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്താനുണ്ടെങ്കിൽ നമുക്ക് ഈ തീരുമാനത്തിൽ ചേഞ്ച് വരുത്താമെന്ന് പറയുന്നു. കുറച്ചുകൂടെ കൺട്രോൾ ആയില്ലേ? അവിടെ തീരുമാനം എടുത്തത് പോലും മാനേജർ അല്ലേ. അവിടെ സബോർഡിനേറ്റ്സിന് റോള് കുറവല്ലേ. മാനേജർ തന്നെ ടെന്റേറ്റീവ് ഡിസിഷൻ എടുത്തു, തീരുമാനം തന്നെ അങ്ങ് എടുത്തു. എന്നിട്ട് അവരോട് ചോദിക്കുന്നു എന്തെങ്കിലും മാറ്റം വരുത്തണോ. കുറച്ചുകൂടെ കൺട്രോൾ കിട്ടിയ സിറ്റുവേഷൻ അല്ലേ. ലാസ്റ്റ് വൺ, മാനേജർ സെൽസ് ഡിസിഷൻ. ഇവിടെയാണ് മാനേജർക്ക് ഏറ്റവും കൂടുതൽ കൺട്രോൾ ഉള്ളത്. അതായത് മാനേജർ ഡിസിഷൻ സെല്ല് ചെയ്യുന്നു എന്ന് വെച്ചാൽ അത് ഫൈനൽ ആണ്, തീരുമാനം എടുത്തു കഴിഞ്ഞു. ആ തീരുമാനം നമ്മൾ സബോർഡിനേറ്റ്സിനെ അറിയിക്കുന്നു, ഇനി ഇങ്ങനെ വേണം നിങ്ങൾ പ്രവർത്തിക്കാൻ. അങ്ങനെ മാനേജർ കംപ്ലീറ്റ്ലി തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം ഡിസിഷൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ട് സബോർഡിനേറ്റ്സിന് അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ലാസ്റ്റ് വൺ, മാനേജർ സെൽ ഡിസിഷൻ. അവിടെയാണ് മാനേജർക്ക് മോസ്റ്റ് കൺട്രോൾ ഉള്ളത് അല്ലെ, മാനേജർക്ക് ഹൈ കൺട്രോൾ ഉള്ളത്. അപ്പോൾ ലീസ്റ്റ് കൺട്രോളിൽ നിന്ന് മോസ്റ്റ് കൺട്രോളിലേക്ക് നമ്മൾ കറക്റ്റ് ആയിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്തു. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഏറ്റവും കുറവ് കൺട്രോൾ ഉള്ളത് മാനേജർ ലെറ്റ് സബോർഡിനേറ്റ് ഫംഗ്ഷൻ വിത്തിൻ ലിമിറ്റ്സ് ഡിഫൈൻഡ് ഹിം. സബോർഡിനേറ്റ്സിന് അവര് ഡിഫൈൻ ചെയ്യുന്ന ലിമിറ്റുകൾക്കുള്ളിൽ നിന്ന് എന്ത് തീരുമാനം എടുക്കാം, എങ്ങനെ വേണേലും വർക്ക് ചെയ്യാം, അതിനുള്ള കംപ്ലീറ്റ് അതോറിറ്റി കൊടുത്തു. അവിടെ മാനേജർക്ക് ഒരു കൺട്രോൾ ഏറ്റവും കുറവാണ്. ഇനി നെക്സ്റ്റ് വൺ, മാനേജർ ഡി കഴിഞ്ഞ് എ വരണം അല്ലേ. മാനേജർ ഡിഫൈൻ ലിമിറ്റ് ആൻഡ് ആസ്ക് ഫോർ ഗ്രൂപ്പ് ഡിസിഷൻ. മാനേജർ ആണ് ലിമിറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. മാനേജർ ഓരോരുത്തർക്കുമുള്ള ലിമിറ്റ് ഡിഫൈൻ ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ ഗ്രൂപ്പ് ഡിസിഷൻസ് എടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് പറയുന്നു. മാനേജർക്ക് കുറച്ചുകൂടി കൺട്രോൾ കിട്ടി. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞ് വരുമ്പോ എന്താ, മാനേജർ പ്രസന്റ് പ്രോബ്ലം, ഇൻവൈറ്റ് സജഷൻ ആൻഡ് മേക്ക് ഡിസിഷൻ. മാനേജർ തന്നെ പ്രോബ്ലംസ് കൊടുത്തിട്ട് സജഷൻസ് ചോദിക്കുകയാണ്. ഇന്ന പ്രോബ്ലം ഉണ്ട്, എന്താണ് നിങ്ങളുടെ സജഷൻ, അതനുസരിച്ച് തീരുമാനം എടുക്കാമെന്ന് പറയുന്നു. കുറച്ചുകൂടെ കൺട്രോൾ കിട്ടിയില്ലേ മാനേജർക്ക്. ഇനി നെക്സ്റ്റ് വൺ, മാനേജർ നെക്സ്റ്റ് ബി ആണ് വരേണ്ടത് അല്ലേ. മാനേജർ ഓഫേഴ്സ് ടെന്റേറ്റീവ് ഡിസിഷൻ ടു ചേഞ്ച്. കുറച്ചുകൂടി കൺട്രോൾ മാനേജർക്ക് കൂടുതലായിട്ട് കിട്ടി. അതായത് ടെന്റേറ്റീവ് ഡിസിഷൻസ്, ഓൾറെഡി ഡിസിഷൻ എടുത്തു, അത് പക്ഷെ ടെന്റേറ്റീവ് ആണ്, അതായത് പിന്നീട് അതിൽ ചേഞ്ചുകൾ വരുത്താം. അപ്പൊ അങ്ങനെയുള്ള ഡിസിഷൻസ് എടുത്തിട്ട് ആ ടെന്റേറ്റീവ് ഡിസിഷൻസ് സബോർഡിനേറ്റ്സിന് ഓഫർ ചെയ്യുന്നു. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചേഞ്ചുകൾ വരുത്താമെന്ന് പറയുന്നു. കുറച്ചുകൂടെ കൺട്രോൾ കിട്ടിയില്ലേ. ഇനി മോസ്റ്റ് കൺട്രോൾ കിട്ടുന്നതാണ്
ഏറ്റവും കൂടുതൽ കൺട്രോൾ ഉള്ളതാണ് മാനേജർ സെൽ ഡിസിഷൻ. അവിടെ എന്താ ആക്ച്വലി ചെയ്യുന്നത്? സബോർഡിനേറ്റ്സിന് എന്തെങ്കിലും റോൾ ഉണ്ടോ? മാനേജർ തന്നെ തീരുമാനമെടുത്തു, ഫൈനലൈസ്ഡ് തീരുമാനമായിരിക്കും, അത് സെല്ല് ചെയ്യുന്നു. സെല്ല് ചെയ്യുന്നു എന്ന് വെച്ചാൽ അത് സബോർഡിനേറ്റ്സിനെ അറിയിക്കുന്നു, ഇനി അങ്ങനെ വേണം അവർ ഫംഗ്ഷൻ ചെയ്യാൻ. ദേ ഹാവ് നോ റോൾസ്. സോ അതാണ് നമ്മളുടെ ഓപ്ഷൻ സി. ഫൈനലി ഏറ്റവും ഹയസ്റ്റ് കൺട്രോൾ വരുന്നത് സി ആണ്, മാനേജർ സെൽഫ് ഡിസിഷൻ. സോ നമുക്കതിനെ എങ്ങനെ അറേഞ്ച് ചെയ്തു? DAEBC അല്ലെ? DAEBC. ഓക്കെ, അതെങ്ങനെയാണെന്ന് ക്ലിയർ ആയല്ലോ. ഇതും നമുക്ക് കാണാതെ പഠിച്ചൊന്നും വെക്കണ്ട, നിങ്ങൾക്ക് ഇത് ലോജിക്കലി ആൻസർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇവിടെ ഏറ്റവും മാനേജർക്ക് ഏറ്റവും ഹൈ കൺട്രോൾ ഉള്ളത് എപ്പോഴാണ്, ഏറ്റവും ലോവസ്റ്റ് കൺട്രോൾ ഉള്ളത് എപ്പോഴാണെന്നൊക്കെ. ഇതിൽ സി ലാസ്റ്റ് വരുമെന്ന് അറിയാം. ഏറ്റവും ഹയസ്റ്റ് കൺട്രോൾ വരുന്നത് മാനേജർ സെൽ ഡിസിഷനിലാണ്. പക്ഷെ അത് നമുക്ക് അത് മാത്രം വെച്ച് ആൻസർ ചെയ്യാൻ പറ്റില്ല. സി ലാസ്റ്റ് വരുന്ന 3 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. സി ലാസ്റ്റ് വരുന്ന 3 ഓപ്ഷൻ ഉണ്ട്. സോ ഇത് ലോജിക്കലി ഒന്ന് ചിന്തിക്കണം. കുറച്ചു നേരം ഒന്ന് ചിന്തിച്ചാൽ ആൻസർ കിട്ടും. ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. Which of the following tool is used for projecting supply of personnel? ഇതും HRM-ൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻ ആണ്. സപ്ലൈ ഓഫ് പേഴ്സണൽ, ഒരു ഓർഗനൈസേഷനിൽ ആളുകളുടെ പേഴ്സണൽസിന്റെ സപ്ലൈ നമുക്ക് കാണിക്കാൻ പറ്റുന്നത് ഏത് ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ്? അത് നമുക്ക് സിംപ്ലി അറിയാവുന്നതാണല്ലോ, മാർക്കവ് അനാലിസിസ് ആണെന്നുള്ളത്. മാർക്കവ് അനാലിസിസ് ആണ് റൈറ്റ് ആൻസർ. സോ ഇറ്റ് ഇസ് എ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾ used to project the future supply of personnel within an organization by analyzing the probability of employee moving from one job കാറ്റഗറി ടു അനദർ. അതായത് നമ്മുടെ ഒരു ഓർഗനൈസേഷനകത്തുള്ള എംപ്ലോയീസ് ഒരു ജോബ് കാറ്റഗറിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മൂവ് ചെയ്യുന്നതിന്റെ പ്രോബബിലിറ്റി അനുസരിച്ചിട്ട് ഫ്യൂച്ചറിൽ എത്ര എംപ്ലോയീസ് വേണ്ടി വരും അതിന്റെ ഒരു കണക്ക് നമുക്ക് അറിയാനായിട്ട് മാർക്കവ് അനാലിസിസ് യൂസ് ചെയ്യാം. It use historical data on promotion, transfer and turnover to estimate future availability of personnel. അതായത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് ഫ്യൂച്ചറിൽ നമുക്ക് എത്ര ജോലിക്കാരെ വേണം എന്നുള്ള കാര്യം എസ്റ്റിമേറ്റ് ചെയ്യാം. ഹിസ്റ്റോറിക്കൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് എത്ര പ്രൊമോഷൻ നടന്നിട്ടുണ്ട്, എത്ര ട്രാൻസ്ഫറുകൾ നടന്നിട്ടുണ്ട്, എംപ്ലോയി ടേൺ ഓവർ, എംപ്ലോയീസ് ഈ ജോലി ഉപേക്ഷിച്ച് പോയവരുടെ എണ്ണം, ഇങ്ങനെയുള്ള ഡേറ്റാസ് നോക്കി അതനുസരിച്ച് ആ ഡേറ്റാസിൽ നിന്ന് ഫ്യൂച്ചറിൽ എത്ര എംപ്ലോയി റിക്വയർമെന്റ് ഉണ്ട്, അതായത് ഇപ്പൊ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് എത്ര പേരെ പ്രൊമോട്ട് ചെയ്യും, അല്ലെങ്കിൽ എത്ര പേരെ ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇനി എത്ര പേര് ഇവിടുന്ന് പിരിഞ്ഞു പോകും എന്നുള്ളൊരു കണക്കെന്ന് എസ്റ്റിമേറ്റ് ചെയ്ത് ഫ്യൂച്ചറിൽ നമ്മളുടെ പേഴ്സണൽസിന്റെ നീഡ്, എത്ര ജോലിക്കാരെ ഫ്യൂച്ചറിൽ നമുക്ക് വേണ്ടി വരും എന്നൊരു കാര്യം എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മാർക്കവ് അനാലിസിസ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ ഇനി കൃത്യമായിട്ട് പഠിക്കുക. ഇനി നമുക്ക് വളരെ കുറച്ച് ടൈം കൂടിയേ എക്സാമിന് മുന്നേ ആയിട്ടുള്ളൂ. സോ ആ സമയം നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണല്ലോ. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഇനിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക്